Welcome to Srinarayana Guru Open University degree classes. Today we are discussing Introduction to Mass Communication, Block 4, Unit 3, Sociological Theories. So, ഇവിടെ നമ്മൾ ചില സോഷ്യോളജിക്കൽ തിയറീസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ സൈക്കോളജിക്കൽ തിയറീസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ എങ്ങനെയാണ് മീഡിയ സാമൂഹികമായിട്ട് ചെലുത്തുന്ന ഇൻഫ്ലുവൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും സിദ്ധാന്തങ്ങൾ, അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് കൾട്ടിവേഷൻ തിയറിയാണ്. അപ്പോൾ ഈ കൾട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത് ഇത് കോയിൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ജോർജ് ഗേബൺ ആണ്. ജോർജ് ഗേബണിന്റെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു സിദ്ധാന്തം, അദ്ദേഹം ലോറി ഗ്രോസ് എന്ന അദ്ദേഹത്തിന്റെ കമ്പാനിയനുമൊത്ത് 1970s ഈ ഒരു സിദ്ധാന്തം കോയിൻ ചെയ്യുന്നത്. 1970s പ്രത്യേകത എന്ന് പറയുന്നത് ഈ മീഡിയ ഇങ്ങനെ സ്ട്രോങ് ആയി വരുന്ന ഒരു സമയമാണ്. അതിനു മുൻപുള്ള മീഡിയക്ക് അത്ര വലിയ ഒരു പ്രചാരം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പൊ ടെലിവിഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, റേഡിയോ ഒക്കെ ആണെങ്കിലും വളരെയേറെ പ്രചാരം ലഭിച്ച ഒരു കാലഘട്ടത്തിലാണ് ഇവർ ഈ ഒരു സിദ്ധാന്തം കൾട്ടിവേഷൻ തിയറി കൊണ്ടുവരുന്നത്. സോ നമുക്ക് നോക്കാം. കൾട്ടിവേഷൻ തിയറി എക്സാമിൻസ് ദ ലോങ് ടേം ഇഫക്റ്റ് ഓഫ് ടെലിവിഷൻ ആൻഡ് മീഡിയ എക്സ്പോഷർ ഓൺ ഓഡിയൻസ്. അതായത് ഈ മീഡിയ, എസ്പെഷ്യലി ടെലിവിഷൻ പ്രോഗ്രാംസ് ഓഡിയൻസിൽ വളരെ ലോങ് ടേം ആയിട്ടുള്ള എന്ത് ഇൻഫ്ലുവൻസ് ആണ് ചെലുത്തുന്നത്, ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട് എന്ന ഒരു ആശയമാണ് ഇവിടെ പറയുന്നത്. The theory argues that the consistent exposure to the media content, particularly television, gradually shapes the viewers' beliefs, attitudes and perceptions about the real world, often aligning with them their mediated reality to perception to the screen. അപ്പൊ ഇവിടെ പറയുന്നത് വ്യക്തികൾക്ക് ഒരു പ്രോഗ്രാം ഇങ്ങനെ നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ റിയാലിറ്റി ആയിട്ട് നമുക്ക് തോന്നാം. അപ്പൊ റിയാലിറ്റി ആയിട്ട് തോന്നിയിട്ട് നമ്മൾ ആ ഒരു കഥാപാത്രമായിട്ട് മാറുന്നതായിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്നത് അത് ഒരു റിയാലിറ്റി ആണെന്ന് നമുക്ക് തോന്നുന്നത് ലോങ് ടേമിൽ കാണുമ്പോഴാണ്, ഒറ്റത്തവണയല്ല. അങ്ങനെ ഒരു ലോങ് ടേം ഇഫക്റ്റ് ടെലിവിഷന് മനുഷ്യരിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇപ്പോ നമുക്കറിയാം, ഒരു 90കളിലൊക്കെ ഈ ശക്തിമാൻ എന്ന ഒരു സീരിയൽ പോലെ ഒരു കാര്യം വന്നിരുന്നല്ലോ. അപ്പൊ കുട്ടികളൊക്കെ ഈ ശക്തിമാൻ രക്ഷിക്കും എന്ന്, ശക്തിമാനെ കാണാൻ വേണ്ടിയിട്ട് ശക്തിമാൻ രക്ഷിക്കും എന്ന് വിചാരിച്ചിട്ട് ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നൊക്കെ താഴേക്ക് ചാടിയിട്ടൊക്കെയുള്ള കുറെ ഇൻസിഡൻസ് ഒക്കെ അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. സോ ഇത് നമുക്ക് റിയാലിറ്റി ആയിട്ട്, ഇതിപ്പോ കുട്ടികളുടെ കേസിലാണ് എങ്കിലും കുട്ടികൾ പെട്ടെന്ന് റിയാലിറ്റി ആണെന്ന് അവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ മുതിർന്നവരിലും ഈ രീതിയിൽ ഇപ്പൊ ശക്തിമാന്റെ കേസ് മാത്രമല്ല, നമ്മൾ കാണുന്ന ന്യൂസ്, നമ്മൾ കേൾക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ തന്നെ നമ്മളുടെ വാല്യൂസും വിഷൻസും ഒക്കെ ആ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് സെറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, നമ്മുടെ ചിന്തകളെയും അല്ലെങ്കിൽ കാര്യങ്ങളെയും ഒക്കെ സെറ്റ് ചെയ്യുന്നതിൽ, ഷെയ്പ്പ് ചെയ്യുന്നതിൽ ഈ TV ചാനലുകൾക്കും അല്ലെങ്കിൽ TV പ്രോഗ്രാമുകൾക്കൊക്കെ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ. അതാണ് ഈ പറയുന്ന സിദ്ധാന്തത്തിൽ പറയുന്നത്. ദെൻ മെയിൻ സ്ട്രീമിംഗ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഈ മെയിൻ സ്ട്രീമിംഗ് എന്ന് പറയുന്നത് ഈ മീഡിയ എക്സ്പോഷർ ലീഡ്സ് ടു ഡൈവേഴ്സ് ഓഡിയൻസ് മെമ്പേഴ്സ് ടു ഡെവലപ്പ് എ ഷെയർഡ് പെർസെപ്ഷൻ. അതായത് നമുക്കൊരു ആളുകൾക്ക് വളരെ മാസ്സായിട്ട് ഒരു വലിയ കൂട്ടത്തിന് തന്നെ ഇത്തരം തോന്നലുകൾ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിനെയും ചിന്താഗതികളെയൊക്കെ ഷെയ്പ്പ് ചെയ്യുന്നതിൽ മീഡിയക്ക് വലിയ പങ്ക്, ഒരു മെയിൻ സ്ട്രീമിംഗ് ആയിട്ടുള്ള പങ്ക് അതിന് വരുന്നുണ്ട്. ഇനി നമ്മള് അടുത്തത് അജണ്ട സെറ്റിംഗ് തിയറിയാണ്. മറ്റൊരു സോഷ്യോളജിക്കൽ തിയറിയാണ് അജണ്ട സെറ്റിംഗ് തിയറി എന്ന് പറയുന്നത്. സോ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മാക്സ്വെൽ മക്കോംബ് ആണ്. ഇത് ഈ ഒരു സിദ്ധാന്തം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു കൊളീഗ് ആയിട്ടുള്ള ഡൊണാൾഡ് ഷോവുമായിട്ട് കമ്പൈൻഡ് ആയിട്ട്, ജോയിൻ ഹാൻഡ് ആയിട്ടാണ് അവര് രണ്ടുപേരും കൂടിയാണ് ഈ ഒരു സിദ്ധാന്തം അജണ്ട സെറ്റിംഗ് തിയറി വരുന്നത്. ഈ ഒരു തിയറി പറയുന്നത് this theory explore how media influence the public by determining which issues are considered important and worthy of attention. എന്ന് വെച്ചാല് ഇവിടെ ഏത് വിഷയങ്ങളാണ് പ്രധാനപ്പെട്ടതും അതുപോലെ ശ്രദ്ധ അർഹിക്കുന്നതും എന്ന് നിർണയിച്ചുകൊണ്ട് മാധ്യമങ്ങൾ പൊതുജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് ഈ ഒരു തിയറിയുടെ പര്യവേഷണം എന്ന് പറയുന്നത്. അതായത് എന്താണോ നമ്മള്
ചിന്തിക്കേണ്ടത് എന്ന് മാധ്യമങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ അങ്ങനെയല്ലേ. അതായത് മാധ്യമങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന അജണ്ടയ്ക്ക് അനുസരിച്ചാണ് പൊതുജനങ്ങൾ ചിന്തിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. ഏത് വിഷയമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് മാധ്യമങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്യുകയാണ്. ചിലപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ചില വിഷയങ്ങൾ അത്രയൊന്നും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പോലും പൊതുജനങ്ങൾക്ക് അതിൽ നിന്ന് യാതൊരു ഒരു തരത്തിലും അത് പൊതുജനങ്ങളെ സ്വാധീനിക്കുന്നില്ലെങ്കിൽ പോലും അത് വളരെയേറെ കൊട്ടിഘോഷിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതെന്തുകൊണ്ടാണ്? ദിസ് ഇസ് വൈ ഈ മീഡിയ സെറ്റ് ചെയ്യുന്ന അജണ്ടയ്ക്ക് അനുസരിച്ചാണ് ജനങ്ങളിൽ അതിന്റെ ഇൻഫ്ലുവൻസ് എത്തുന്നത്. ഓക്കെ, സോ ഇപ്പൊ ചില അത്ര പ്രധാനമല്ലാത്ത അപ്രധാനമായിട്ടുള്ള കേസുകൾ മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകളോളം മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് വരുന്ന പ്രൈം ടൈം ന്യൂസുകളായിട്ട് വരുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അതിനെയാണ് ഈ ഏത് വിഷയമാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് എന്ന അജണ്ട സെറ്റ് ചെയ്യുന്നത് മാധ്യമങ്ങളാണ്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രൈമിംഗ് എന്ന കോൺസെപ്റ്റ് ആണ്. പ്രൈമിംഗ് എന്ന് പറയുന്നത് പ്രേക്ഷകര് ഏത് സംഭവങ്ങളെയാണോ അല്ലെങ്കിൽ ഏത് നേതാക്കളെയാണോ ഏത് മാനദണ്ഡത്തെയാണോ വിലയിരുത്തുന്നത് എന്നത് മീഡിയ ചിന്തിക്കുന്ന ഒരു അവസ്ഥ. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അജണ്ട സെറ്റിങ്ങിന്റെ ഒരു പോയിന്റ് ആണ് ഇത്. ഇനി നമ്മൾ നോക്കുന്നത് ഫ്രെയിമിംഗ് എന്ന ആശയമാണ്. ഫ്രെയിമിംഗ്, ഹൗ മീഡിയ പ്രസൻസ് ഇൻഫർമേഷൻ ആൻഡ് ഷേപ്പ് പെർസെപ്ഷൻ ബൈ എംഫസൈസിങ് സർട്ടൈൻ ആസ്പെക്ട് ഓവർ അതേഴ്സ്. അതായത് എങ്ങനെ ഒരു ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് ജനങ്ങൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടത് എന്ന ഒരു ഫ്രെയിമിംഗ് നിശ്ചയിക്കുന്നത് മീഡിയകളാണ്. എന്ന് വെച്ചാൽ ന്യൂസിന്റെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഉദ്ദേശിച്ച ആ വശം മാത്രം ജനങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന രീതിയിൽ അതിനെ ഫ്രെയിം ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു രീതി. ഇനി നമ്മളുടെ അടുത്തത് ഈ ഫ്രെയിമിംഗ് തിയറിയെ കുറിച്ചാണ്. ഫ്രെയിമിംഗ് തിയറിയുടെ ഒരു പോയിന്റ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റോറിയുടെയോ ഒരു പ്രശ്നത്തിന്റെയോ ഒക്കെ ചില വശങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകിക്കൊണ്ട് ആ വശങ്ങളെ മാത്രം എക്സ്പോസ് ചെയ്തുകൊണ്ട് മീഡിയയും അതുപോലെ മീഡിയ ആശയവിനിമയം നടത്തുന്നു. അതിൽ നിന്നൊരു പൊതുബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഈ ഫ്രെയിമിംഗ് സിദ്ധാന്തം വിശദീകരിക്കുന്നത്. ഫ്രെയിമിംഗ് എന്ന് പറയുന്നത് ഒരു മീഡിയയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജനങ്ങളിലെ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നതിൽ വളരെയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ അജണ്ട സെറ്റിങ്ങും അതുപോലെ ഫ്രെയിമിങ്ങും. ഫലത്തിൽ ഇത് രണ്ടും ഒരേ റിസൾട്ട് ഒക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം, അതുപോലെ തന്നെ ഒരു ന്യൂസിന്റെ അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ ഒരു വശം മാത്രം എക്സ്പോസ് ചെയ്ത് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാത്രം ഫ്രെയിം ചെയ്തുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ആ പെർട്ടിക്കുലർ മീഡിയയുടെ ഒരു അജണ്ടയാണ് അവിടെ വർക്ക്ഔട്ട് ആവുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു സിദ്ധാന്തം. ദെൻ സ്പൈറൽ ഓഫ് സൈലൻസ് തിയറി എന്നൊരു സിദ്ധാന്തമാണ് ഇതിൽ നമുക്ക് ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത് ഒരു ജർമ്മൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആയിട്ടുള്ള എലിസബത്ത് നോളെ ന്യൂമാൻ ആണ് ഇത് ഈ ഒരു തിയറി കോയിൻ ചെയ്തിരിക്കുന്നത്. 1974 ഈ ഒരു സ്പൈറൽ സൈലൻസ് തിയറി ഇവര് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഈ ഒരു തിയറി പറയുന്നത് എന്താണെന്ന് നോക്കാം. ദിസ് തിയറി എക്സ്പ്ലെയിൻസ് ഹൗ ഇൻഡിവിജ്വൽ ടെൻഡ് ടു റിമെയിൻ സൈലൻസ് when they perceive their opinion to the minority. This silence reinforces the dominance of the majority and the opinions that creates spiral effect where dissenting voices gradually fade from public discourse. എന്ന് വെച്ചാല് ചില സംഭവങ്ങളോട് നമ്മൾ ഒരു മൈനോറിറ്റി കോർട്ടിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ചില പ്രശ്നങ്ങളോട് പ്രതികരിക്കാതിരിക്കുന്ന ഒരു ടെൻഡൻസി ജനങ്ങളിൽ ഉണ്ട്. എന്ന് വെച്ചാല് അതിപ്പോ നമ്മൾ ശബ്ദം ഉയർത്തിയിട്ട് കാര്യമില്ല, അതുകൊണ്ട് മൗനം അവലംബിക്കുന്നതാണ് അതാണ് നല്ലത് എന്ന ഒരു തോന്നൽ കൊണ്ട് ചില കോണ്ടെക്സ്റ്റിൽ ആളുകൾ പ്രതികരിക്കാതിരിക്കും. കാരണം നമ്മൾ മൈനോറിറ്റിയുടെ ഭാഗമാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അവിടെ പ്രതികരിക്കാതിരിക്കുന്നത്. വേറാസ് നമ്മൾ മെജോറിറ്റി കോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മൾ പ്രതികരിച്ചേനെ, ബിക്കോസ് അവിടെ നമ്മുടെ ശബ്ദത്തിന് ഫലമുണ്ടാകും എന്ന തോന്നൽ. ഇവിടെ നമ്മൾ മൈനോറിറ്റി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കാം എന്ന് ഓർത്തിട്ട് ഓഡിയൻസ് മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ വ്യൂവേഴ്സ് മിണ്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് വരാറുണ്ട്. ഇതിനെയാണ് ഈ പറയുന്ന ഒരു സിദ്ധാന്തം കൊണ്ട് അർത്ഥമാക്കുന്നത്, അതായത് സ്പൈറൽ സൈലൻസ് തിയറി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ സ്പൈറൽ സൈലൻസ് തിയറി പ്രകാരം ഈ മെജോറിറ്റിക്ക് എന്താണോ അത് എത്ര
എത്ര മോശമായിട്ടുള്ള കാര്യമാണെങ്കിലും, എത്ര അസത്യമാണ് അവർ പറഞ്ഞതെങ്കിലും പ്രചരിപ്പിക്കുന്നതെങ്കിലും അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഫ്യൂവൽ അല്ലെങ്കിൽ ഒരു എനർജി അവർക്ക് കിട്ടുന്നുണ്ട്. അവരുടെ അത്തരം പ്രൊപ്പഗാൻഡ കൂടുതൽ സൊസൈറ്റിയിലേക്ക് ആഴത്തിൽ വേരോടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് ഈ സ്പൈറൽ സൈലൻസ് തിയറി പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഈ ഫ്രെയിമിങ്, അജണ്ട സെറ്റിംഗ്, സ്പൈറൽ സൈലൻസ് തിയറി, ഇതെല്ലാം തന്നെ ഏകദേശം മീഡിയയുടെ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് അത് എന്താണെന്നാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.